പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദിവസങ്ങളിൽ തൃത്വം, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ തൃത്വം അല്ലെങ്കിൽ തൃത്വം എന്ന ആ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് തൃത്വം എന്ന പദം ബൈബിളിലില്ല, പക്ഷെ ബൈബിളിൽ പ്രസംഗിക്കുന്ന എല്ലാ സ്ഥലത്തും ഈ തൃത്വം എന്ന ആശയം പലപ്പോഴും പറയപ്പെടാറുണ്ട്. പലപ്പോഴും പലരുടെയും അകത്ത് അത് സംശയം ഉളവാക്കിയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശയ സംവാദമായിട്ട് മാറിയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ അല്ലെങ്കിൽ ഈ ദൈവവചനത്തിന്റെ ആധികാരികത തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ ഈ തൃത്വം എന്ന ആ ഒരു ആശയത്തെ പറയാറും ചിന്തിക്കാറും. യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തില് ദൈവം മാനവരാശിയെ കുറിച്ച് എന്ത് ആഗ്രഹിച്ചിരുന്നോ അതിന്റെ നിവൃത്തിയാണ് ശരിക്കും യേശുക്രിസ്തുവിൽ കാണുന്നത്. അതായത് ദൈവം ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഇങ്ങനെ പറഞ്ഞു എന്നാണ് വചനത്തിൽ നാം കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:26. നാം നമ്മുടെ സ്വരൂപപ്രകാരവും സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും പരമപ്രധാനമായി കർത്താവിന്റെ അകത്തുനിന്ന് ഇമേജ് എന്ന് പറയുന്നത് തന്റെ സ്വരൂപവും തന്റെ സാദൃശ്യവുമാണ്. ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വചനത്തിൽ കാണുമ്പോൾ അതിന് 28-ാം വാക്യത്തിൽ സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. നമ്മൾ 5-ാം വാക്യത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവന് ആദാം എന്ന് പേരിട്ടു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം അതിന് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: നിലത്തെ പൊടികൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്നു, ലിവിങ് സോൾ എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഇമേജ്, ഹിസ് ഇമേജ് ഈസ് നോട്ട് സോൾ, ഹിസ് ഇമേജ് ഈസ് സ്പിരിറ്റ്. ദൈവത്തിന്റെ സാദൃശ്യം സോൾ അല്ല, ദേഹിയല്ല, ആത്മാവാണ്. ദൈവത്തെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. അപ്പൊ ആത്മാവാകുന്ന ദൈവത്തെ ഒരിക്കലും ദേഹി എന്ന ചിന്തയ്ക്കകത്ത് ഒതുക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. ജീവനുള്ള ദേഹിയായി തീർന്ന ആദാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത്: എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയല്ലയോ. മനുഷ്യൻ ജഡം എന്നാണ് അവിടെ പറയുന്നത്. അപ്പം എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയല്ല. കാരണം ജഡത്തോട് ആത്മാവിന് വാദിക്കുവാനായിട്ട് സാധ്യമല്ല. ജഡത്തിനൊരിക്കലും ആത്മാവിന്റെ ആശയത്തെ അല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്തയെ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തിയില്ല ജഡത്തിന് ആത്മാവിനോട് സംവേദിക്കാനോ ആത്മാവിന് ജഡത്തോട് സംവേദിക്കാനോ കഴിയില്ല. പക്ഷേ നമുക്കറിയാം, മനുഷ്യൻ ജഡമായി തീർന്ന മനുഷ്യനെ കുറിച്ച് പിന്നത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ്? യോവേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരും. I will pour out my spirit in all flesh. സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരും. ഇപ്പോൾ അവിടെ ജഡമായി തീർന്ന മനുഷ്യരിൽ ദൈവം തന്റെ ആത്മാവിനെ പകരും എന്നാണ് പറയുന്നത്. അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പരിശുദ്ധാത്മാവ് ജഡത്തിന് മേൽ ആത്മാവിന്റെ പകർച്ച നടക്കുന്നതോട് ചേർന്ന് നടക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവചിക്കുക എന്താണ്? പ്രവചിക്കുക എന്ന് പറയുന്നത് നടക്കുവാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നാല് ഞാനതിനെ എങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു? നടക്കാനുള്ള കാര്യത്തെ, നടക്കേണ്ട കാര്യമാണ്, അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ. ഒരു വ്യക്തി പറയണം.
നടക്കേണ്ടുന്ന കാര്യത്തെ പറയുന്നതാണ് പ്രവചനം. അതായത് നമുക്കറിയാം, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് 37-ാം അധ്യായത്തില് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവനായിട്ട് പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളുള്ള താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തപ്പെട്ടു. അങ്ങനെ ഒരു താഴ്വരയിൽ പോയി നിൽക്കുന്നവനായ പ്രവാചകൻ കാണുന്നത് ഉണങ്ങിയ അസ്ഥികളാണ്. ദൈവം പ്രവാചകനോട് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കും? പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു, എനിക്കറിയത്തില്ല, അങ്ങേക്കറിയാം. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, നീ അസ്ഥികളോട് പ്രവചിക്കുക. അവിടെ പ്രവചനം ഇങ്ങനെയായിരുന്നു, ദൈവം, ഞാൻ നിങ്ങളുടെ മേൽ മാംസവും ഞരമ്പും ത്വക്കും വെച്ചു പിടിപ്പിക്കും, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. ഇതായിരുന്നു പ്രവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ പ്രവാചകൻ പ്രവചിച്ചു, ദൈവം അവനോട് പറഞ്ഞ പോലെ പ്രവചിച്ചു. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവാചകൻ പ്രവചിച്ചത് സ്വന്തം പദ്ധതി അനുസരിച്ചല്ല, ദൈവം പറഞ്ഞതുപോലെ പ്രവചിച്ചു. ദൈവം പറഞ്ഞതുപോലെ പ്രവചിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു അത് പറയണം. അപ്പോൾ അവിടെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കമുണ്ടായി. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രവചിക്കുക, സംഭവിക്കേണ്ട കാര്യത്തെ പറയുന്നു. നമുക്കറിയാം, യേശുവിന്റെ മരണത്തെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരവനെ കൊല്ലും, എന്നാൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശു പറഞ്ഞ കാര്യം, സംഭവിക്കാനിരിക്കുന്ന കാര്യം അവൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ആത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നാം ചെയ്യുന്ന, അതായത് ആത്മാവ് ഒരുവനിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവനിൽ സംഭവിക്കേണ്ട കാര്യം അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, അവനിൽ തന്നെ ഇത് സംഭവിക്കും. ഇവിടെ ഒരു പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം മിനിസ്ട്രി അല്ലെങ്കിൽ പ്രത്യേകതരം എന്തോ ഒന്നിലും ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. നിങ്ങൾ പറയുന്നതിന് കർത്താവ് നിവർത്തിക്കും. നിങ്ങളിലൂടെ നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഭാവിയെ ഡിസൈൻ ചെയ്യും. പ്രൈസ് ഗോഡ്. ഇപ്പൊ വരാനിരിക്കുന്ന കാര്യത്തെ പറയുന്നു. വചനമാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, പഴയ നിയമ കാലത്തെ പ്രവചനം അതാണ് പുതിയ നിയമത്തിൽ നിറവേറിയത്. അപ്പൊ പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ പഴയ നിയമത്തിൽ പറയുകയും അതിനെ നിവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലോ. ക്രിസ്തുവിൽ ന്യായപ്രമാണം പൂർത്തിയായി. റോമാലേഖനം 10-4 ഇപ്പൊ ക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ പൂർത്തി, ന്യായപ്രമാണത്തിൽ പറഞ്ഞു വെച്ചത് മുഴുവൻ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യേശു പറഞ്ഞൊരു കാര്യമാണ്, ഞാനും പിതാവും ഒന്നാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 10-ാം വാക്യം, പിതാവും ഞാനും ഒന്നാണ്, അവൻ എന്നിൽ വസിച്ചുകൊണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല, അവൻ എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ എന്റെ സ്വയമായി പറയുന്നതല്ല, അവൻ എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവൻ എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവന്റെ ആത്മാവ്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇപ്പൊ ആത്മാവാകുന്ന ദൈവം യേശുവിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുകയായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷ മുഴുവൻ നമ്മൾ എടുത്തു നോക്കി, മരണപുനരുത്ഥാനം ഉൾപ്പെടെ. അപ്പൊ നമുക്ക് യേശുക്രിസ്തു ജനിച്ച സ്ഥലം വളരെ പ്രധാനപ്പെട്ടു. യേശു ജനിച്ച സ്ഥലം ബെത്ലഹേം, അപ്പങ്ങളുടെ പട്ടണം. അപ്പത്തിന്റെ പട്ടണം എന്ന ബെത്ലഹേം എന്ന് പറയുമ്പോൾ അപ്പം എന്ന് പറയുന്നതിനെ വചനത്തോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിനെ പിശാച് പരീക്ഷിക്കുന്ന ആ സംഭവം വിവരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. കല്ലിനെ എടുത്തിട്ട് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കാം. യേശു പറഞ്ഞു, ഇല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ചെയ്യും. അവിടെ ആ അപ്പത്തെ വചനത്തോട് കണക്ട് ചെയ്താൽ. അപ്പൊ അപ്പത്തിന്റെ പട്ടണത്തിലാണ്
യേശു ജനിക്കുന്നത് എന്നാ കാണുന്നത്. അതായത് വചനത്താലാണ് ജനനം. ഒരുവൻ വചനത്തെ എത്രത്തോളം സ്വീകരിക്കുന്നു, വചനത്തിന്റെ അപ്പത്തിന്റെ പട്ടണമായിട്ട് നമ്മൾ മാറുമ്പോൾ അവിടെയാണ് യേശു, അതായത് ക്രിസ്തു ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു ജീവിക്കുന്നത്, ക്രിസ്തു വെളിപ്പെടുന്നത് വചനമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മള് വചനത്തിന്റെ പ്രസക്തി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ കാണാം. വചനം ആത്മാവിനോട് ചേർന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വചനത്താൽ വീണ്ടും ജനിക്കുക. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണാൻ കഴിയില്ല. അപ്പൊ ഒരു വ്യക്തി ദൈവരാജ്യത്തെ കാണണമെങ്കിൽ പുതുതായി ജനിക്കുക. പുതിയതായി ജനിച്ച ഒരാൾക്ക് ദൈവരാജ്യത്തെ കാണാം. അതായത് വീണ്ടും ജനിക്കുക, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആ വ്യക്തിക്ക്, വീണ്ടും ജനിച്ച വ്യക്തിക്ക് ദൈവരാജ്യത്തെ കാണാൻ കഴിയും. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, നിത്യതയുടെ, അതായത് ഇത് നിലനിൽക്കുന്നതും കൂടെയാണ്. താൽക്കാലികമായിട്ടുള്ളത്. ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതല്ല, നിലനിൽക്കുന്ന രാജ്യം. അപ്പൊ ആ നിലനിൽക്കുന്ന രാജ്യത്തിലെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ അതിനെ 5-ാമത്തെ വാക്യത്തിൽ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു പറയുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കും. അതായത് പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, നമ്മൾ തൃത്വം എന്ന ആ പദത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആത്മാവിൽ ജനിക്കുക, അതായത് ആത്മാവിൽ ജനിക്കുക, വെള്ളത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നതിന് നമ്മൾ സ്നാനം എന്ന പ്രക്രിയയോട് ചേർത്താണ് നമ്മൾ പറയുന്നത്. എന്നാൽ സ്നാനപ്പെട്ട എല്ലാവരും വീണ്ടും ജനിച്ചവരാകണമെന്നില്ല. എന്നാൽ ശരിക്കും വീണ്ടും ജനിച്ചത് അവൻ ശരിക്കും വചനത്താൽ അവൻ ജനിച്ചവനായിരിക്കും. ഇവിടെ പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അവന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അപ്പോഴാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അവന് ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ കഴിയും. ആർക്കാണ്? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവൻ. ആമേൻ, പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെ ഈ എന്താണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം, യേശു തന്റെ മരണപുനരുത്ഥാനത്തോട് ചേർന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ആരും ഇപ്പോൾ ഈ പട്ടണത്തിൽ നിന്ന് ഓടി പോകരുത്. നിങ്ങൾ പട്ടണത്തിൽ തന്നെ പാർക്കണം. എന്തിനാണെന്നറിയാമോ? പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. അപ്പോൾ അവിടെ പറയുന്നത് പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ പകരും. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ കുറിച്ച് പറയുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ ആത്മാവിനെ പ്രാപിക്കുക എങ്ങനെയാണ്? വിശ്വാസത്താൽ. ആത്മാവ് എന്താണ്? വാഗ്ദത്ത വിഷയം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 2-ാം വാക്യത്തില് പൗലോസ് തന്റെ ജനത്തോട്, തന്റെ മുമ്പിൽ ഇരുന്ന ആളുകളോട് ചോദിച്ച ചോദ്യമാണ്: നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ ആത്മാവിനെ പ്രാപിക്കാനായിട്ട് വേണ്ടിയിരുന്നത് എന്താണ്? വിശ്വസിക്കുക. വിശ്വാസത്താൽ ആത്മാവിനെ പ്രാപിക്കുക, വിശ്വസിച്ച് ആത്മാവിനെ പ്രാപിക്കുക. അത് തന്നെയാണ് ഗലാത്യ ലേഖനം 3:14 പറയുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിൽ പ്രാപിക്കുക, വിശ്വസിക്കുക. നമുക്ക് ഈ ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്: ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങളോട് കൂടി എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും.
അപ്പൊ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക. അതായത് പരിശുദ്ധാത്മാവ് ആരാണ്? യേശുവിൽ വസിച്ച ആത്മാവ്, അഥവാ പിതാവിന്റെ ആത്മാവ്. പിതാവിൽ വസിച്ച ആത്മാവും യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവും നമുക്ക് പിതാവ് നൽകിയ ആത്മാവും ഒരേ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പിതാവും പുത്രനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. കാരണം ആത്മാവ് പിതാവിന്റെ ശക്തിയോടെ ദൈവം എന്ന കാഴ്ചപ്പാട്, ദൈവത്തെ കാണുന്നത് ആത്മാവിൽ. അതേ ആത്മാവ് തന്നെയാണ് പുത്രനായ യേശുവിൽ വസിച്ചത്. ആ ആത്മാവ് തന്നെയാണ് നിങ്ങളിലും എന്നിലും വസിക്കുന്നത്. അപ്പോഴ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം, പരിശുദ്ധാത്മാവ് എന്നത് പ്രോമിസാണ്, വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത്, ജഡപ്രകാരം ജനിച്ചവരല്ല മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ചവരത്രേ മക്കൾ. അപ്പം മക്കളായി മാറുക എന്നത് ജഡപ്രകാരമുള്ള ജനനമല്ല, മക്കളായി തീരുന്നതിന്റെ കാരണമായി പറയുന്നത് വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ. റോമാലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്ര സന്തതി എന്നെണ്ണുന്നു. അപ്പൊ അവിടെ സന്തതി, സീഡ് ആരാണ്? വാഗ്ദത്ത പ്രകാരം ജനിച്ചവർ. എന്താണ് വാഗ്ദത്തം? പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം. അപ്പോൾ ആത്മാവാകുന്ന വാഗ്ദത്തം, വാഗ്ദത്ത സന്തതി, വാഗ്ദത്തം ലഭിച്ചവർ അവരാണ് സന്തതി. വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുത്രത്വം, നാം മക്കളായി തീർന്നിരിക്കുന്നത് വാഗ്ദത്ത പ്രകാരമാണ്, പരിശുദ്ധാത്മാവിനാലാണ്. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ വാഗ്ദത്ത സന്തതികളായി തീർന്ന നാം, പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കളായി തീർന്ന നാം. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെയും നമ്മൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര നാം പ്രാപിച്ചത്. അത് തന്നെ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വീണ്ടും കാണും. അപ്പൊ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ലഭിച്ച ഒരു കാര്യമാണ് മക്കൾ എന്ന് പറയുന്ന പദവി. മക്കൾ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവി. അപ്പൊ ഈ ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതെന്തെങ്കിലും ഒരു പ്രക്രിയയാണോ? അതെന്തെങ്കിലും ഒരു മതപരമായ ചടങ്ങാണോ? എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു കുഞ്ഞ് അത് അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നു. അതിന്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അത് ഈ ഭൂമിയിലേക്ക് പുറത്തു വരുന്നു. അത് കുഞ്ഞായി അത് വളരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ കുഞ്ഞുങ്ങളായി ജനിച്ചവരാണ്, വളർന്നവരാണ്. എന്നാൽ ആത്മാവിൽ ജനിക്കുക എന്ന് പറയുന്നത് അത് എന്തെങ്കിലും ഒരു പ്രക്രിയയിലൂടെ നടന്നു വരുന്ന ഒരു കാര്യമല്ല, ഒരൊറ്റ കാര്യമാണ്. അത് ആത്മാവിൽ നമ്മെ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ. ആത്മാവിൽ നാം തിരിച്ചറിയുക എന്താണെന്നറിയാമോ? ആദമിന്റെ വംശപാരമ്പര്യത്തിൽ ജനിച്ചവനായ ഞാൻ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ, അതെ ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലായി ഞാൻ മാറി, ദൈവത്തിന്റെ മകനായി മാറി. എന്റെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള തിരിച്ചറിവിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ എന്നെ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ അറിവ് എനിക്ക് തരുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ അറിവിന്റെ കാരണക്കാരനും പരിശുദ്ധാത്മാവ്. എന്റെ അകത്ത് നൽകപ്പെട്ട പുത്രത്വത്തിന്റെ ആത്മാവിനാലാണ് ഞാൻ പുത്രനായിരിക്കുന്നത്. എന്റെ അകത്ത് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ്. അത് നമ്മള് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രക്രിയയോട് കണക്ട് ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത്. പകരമായി നമ്മുടെ തിരിച്ചറിവാണത്. യേശുക്രിസ്തുവിന്റെ ക്രൂശും യേശുക്രിസ്തുവിന്റെ ക്രൂശിനോട് ചേർന്നുള്ള യേശുവിന്റെ കഷ്ടപ്പാടുകളും യേശുവിന്റെ മരണവും യേശുവിന്റെ പുനരുത്ഥാനവും എന്റെ ജീവിതത്തിനകത്ത് എന്നെ ദൈവത്തിന്റെ പൈതലാക്കി മാറ്റി. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിച്ച അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള മനുഷ്യനാക്കി എന്നെ മാറ്റി. ആത്മാവിനാൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുക. അത്
ഹല്ലേലൂയ ഒരു പ്രക്രിയ അല്ല, അതിന്റെ തിരിച്ചറിവാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമുക്കിവിടെ ഇവിടെ വചനത്തില് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തില് അതിന്റെ 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. അവിടെ ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ഇപ്പൊ ജഡത്താൽ ജനിക്കുന്നത് പ്രകൃതിപരമായ ഒരു നിയമമുണ്ട്. അങ്ങനെയാണ് ജഡത്താൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അതുപോലെ തന്നെ ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവിലൊരു നിയമമുണ്ട്. അങ്ങനെയാണ് ഒരുവൻ ആത്മാവിൽ ജനിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴാണോ ജഡപ്രകാരം ജനിച്ചവരായ നാം ആത്മപ്രകാരം ജനിച്ചവനായി, അല്ലെങ്കിൽ ആത്മപ്രകാരം നമ്മൾ വീണ്ടും ജനിച്ചവനായി കർത്താവിനെ കണ്ടുമുട്ടുന്നത്, കർത്താവിനെ തിരിച്ചറിയുന്നത്, യേശുക്രിസ്തു എന്റെ രക്ഷകനാണ്, യേശുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനവും എന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റി എന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, എന്നെ നിത്യ ന്യായവിധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, എന്നെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ന്യായപ്രമാണ നിമിത്തം, അല്ലെങ്കിൽ ന്യായപ്രമാണ ലംഘന നിമിത്തം, അല്ലെങ്കിൽ ആദാമ്യ വീഴ്ച നിമിത്തം മാനവരാശിയുടെ മേൽ വന്ന സകല പാപത്തിനും ഞാൻ ആദാമ്യ പാപത്തിന്റെ പരിണതഫലം ചുമക്കുന്ന ഒരുവനായിരുന്നു. ആ ആദാമ്യ പാപത്തിന്റെ പരിണതഫലം ചുമന്നുകൊണ്ടിരുന്ന എന്നെ ക്രിസ്തുയേശുവില് ആമേൻ വീണ്ടും ജനിപ്പിച്ചു. എന്നെ ആദാമ്യ വീഴ്ചയുടെ ആ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എന്നെ വീണ്ടും ജനിപ്പിച്ച് ആ നിത്യതയ്ക്ക് അവകാശിയാക്കി എന്നെ മാറ്റിയെന്ന തിരിച്ചറിവാണ് വീണ്ടും ജനനം. പ്രൈസ് ഗോഡ്. അതാണ് വീണ്ടും ജനനം. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ വീണ്ടും ജനനം പ്രാപിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട. അതായത് ജഡപ്രകാരം ജനിച്ചൊരു വ്യക്തി, അവൻ ജഡപ്രകാരം ഒരു പരിമിതമായ കാലയളവിന് വേണ്ടി ഭൂമിയിൽ ജനിക്കുന്നവൻ. അവനൊരു കാലയളവുണ്ട്. അത് കഴിയുമ്പോ എല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റും. എന്നാൽ ആത്മപ്രകാരം ജനിക്കുന്നവൻ ഒരു കാര്യം സംഭവിക്കുക, പരിമിതമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിമിതിയില്ലാത്തൊരു ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് വീണ്ടും ജനനത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, നമ്മള് ആത്മാവിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുത്തുന്ന വലിയ നവീകരണം, അതാണ് നമ്മളിൽ വരുത്തുന്ന വലിയ മാറ്റം. പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പരിമിതികളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക്, നിബന്ധനകളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക്, അതിർത്തി നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു ജീവിതത്തിലേക്ക് നാം വീണ്ടും ജനിക്കുകയാണ്. അതിന്റെ തിരിച്ചറിവാണ് വീണ്ടും ജനനം. ഇത് സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. അതായത് ഞാൻ പറയാം, ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. യേശുക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ വാക്യമുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽ കഴുകി. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം, അത് നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ ആശയക്കുഴപ്പം തോന്നിയത്. യേശു പറയുക, ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുക, ഞാൻ മരിച്ചവനായിരുന്നു. അപ്പൊ ആദ്യനും അന്ത്യനായ ആളെങ്ങനെ മരിക്കുക? അപ്പോ അവിടെ എന്താ പറയുന്നത്? ആദ്യനും അന്ത്യനുമായോ, ഞാൻ ആദ്യനും അന്ത്യനുമാകും, ജീവനുള്ളവരുമാകും. ഞാൻ മരിച്ചവനായിരുന്നു. അതായത് യേശുക്രിസ്തു അവിടെ നമുക്ക് തരുന്നൊരു ഹോപ്പ് അതാണ്, പ്രതീക്ഷ അതാണ്. ഹല്ലേലൂയ. യേശു പറയുന്ന ഒരു കാര്യം, ഞാൻ ഹല്ലേലൂയ നിങ്ങളെ പോലെയായി. അവിടെയായിരുന്നു എന്റെ മരണം. മനുഷ്യനെ പോലെയായി, അതായിരുന്നു എന്റെ മരണം. ഞാൻ അതുവരെ പിതാവേ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് വിളിച്ചു. ഞാൻ ആരെ പോലെയായി? നിങ്ങളെ പോലെയായി. അതായിരുന്നു എന്റെ മരണം. അത് നിത്യാത്മാവിനെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ അതേ നിത്യാത്മാവിനാൽ നിങ്ങൾ എന്നെ പോലെ ആകുമ്പോൾ, നിങ്ങളുടെ ജഡത്തിന് മരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവുകയാണ്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ വസിക്കുന്നത് നിത്യജീവന്റെ ആത്മാവാണ്. നിങ്ങളിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ്.
മരണത്തെ ജയിച്ച ആത്മാവ്, പുനരുത്ഥാനം ചെയ്ത ആത്മാവ്, വിടുവിക്കുന്ന ആത്മാവ്, പരിമിതികളില്ലാത്ത ആത്മാവാണ്. ആ പരിമിതികളില്ലാത്ത ജീവനിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ യേശു ക്രിസ്തു ആമേൻ നിത്യാത്മാവിനാൽ തന്നെ നമ്മെ പോലെ ആക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. അവൻ ദൈവമേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. എന്നാൽ അതേ നിത്യാത്മാവിനാൽ നമ്മുടെ ജഡസംബന്ധമായ ഒരു മരണം നമുക്ക് സംഭവിച്ചു. ഹല്ലേലൂയ. നാം ജീവനോടിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ക്രിസ്തുവിന്റെ ആത്മാവിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയോ? നാം ദൈവം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് അബ്ബാ, പിതാവ് എന്ന് വിളിക്കുന്ന നിലയിലേക്ക് നമ്മെ ഉയർത്തിയിരിക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പം പ്രിയപ്പെട്ടവരെ, അത് എന്തിനു വേണ്ടിയാ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാ മനസ്സിലാക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അത് പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ചപ്പാടിനപ്പുറമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് അവന്റെ അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ജീവിക്കുവാൻ ഈ ലോകത്തിൽ ആമേൻ ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് ആക്കി തീർത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീക അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ അത് മനസ്സിലാക്കാതെ മറ്റ് തൃത്വത്തിന്റെ ആധികാരികതയും അതിന്റെ ഭാഷയും അതിന്റെ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്റെ വീണ്ടും ജനനം അല്ലെങ്കിൽ ഒരു പ്രക്രിയയുമല്ല, എന്റെ തിരിച്ചറിവാണ്. ഞാൻ കർത്താവിന് വീണ്ടും ജനിച്ചവനാണ്. ആ ബോധ്യത്തിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആ വീണ്ടും ജനനത്തിന്റെ തിരിച്ചറിവും അനുഭവം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യജീവന്റെ ആത്മാവ് അവരിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, അതെ, പുനരുത്ഥാനം ചെയ്ത കർത്താവിന്റെ ആത്മാവ് അവരിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ സാഹചര്യങ്ങളെ ജയിക്കുന്നവരാൽ, പ്രതിസന്ധികളെ ജയിക്കുന്നവരാൽ, വെല്ലുവിളികളെ ജയിക്കുന്നവരായി മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ജീവനാധാരമായിരിക്കുന്ന വചനം അവരിലേക്ക് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ മരണത്തിന് ആധാരമായിരിക്കുന്ന കുറ്റബോധവും പാപചിന്തകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജീവൻ വെളിപ്പെടട്ടെ, ആരോഗ്യം വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ, കർത്താവിന്റെ മഹത്വരിൽ വെളിപ്പെടട്ടെ, എഴുന്നേൽപ്പിക്കുമാറാക്കുന്ന ദൈവ മഹത്വരിൽ വെളിപ്പെടുമാറാകട്ടെ, അസാധ്യതകൾ സാധ്യമാകട്ടെ, ജീവന്റെ അതിസാധാരണമായ ശക്തി അവരിൽ പ്രവേശിക്കട്ടെ. കർത്താവേ, അങ്ങനെ അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി. മഹത്വം എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചവരാണ്, ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. ആമേൻ. ആ ബോധ്യത്തിൽ നിലനിൽക്കുക. ഈ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക. ആമേൻ. അതുപോലെ തന്നെ നിങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.